എൻ്റെ ലൈഫിൽ എനിക്ക് സോറി പറയാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ കാരണം ഒരാൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് സോറി പറയുക എന്നുള്ളത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്. ആരോമൽ ദേവരാജ് അഭിനയിച്ച അക്ഷയ് സംവിധാനം ചെയ്ത സോറി എന്ന സിനിമ സൈന മൂവീസിൽ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 1.5 മണിക്കൂർ മാറ്റിവെക്കാനുണ്ടെങ്കിൽ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്തായിരിക്കും. ആരോമൽ എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ സിനിമയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്ന് റിവ്യൂ പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ കടന്നു പോയിട്ടുണ്ടാവും. അതിൽ അപ്പോളജറ്റിക് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും, അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള മനുഷ്യന്മാരും ഉണ്ടാവും. ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇതേപോലെ നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും അവരെ വേദനിപ്പിക്കേണ്ട രീതിയിൽ എന്തെങ്കിലും പറയേണ്ടി വന്നാൽ പോലും നമ്മൾ സോറി പറയാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ആ പറഞ്ഞതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും എൻ്റെ ലൈഫിൽ ഇതേപോലെ സോറി പറഞ്ഞവരുണ്ട്. അല്ലാതെ എനിക്ക് കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നത് നമ്മുടെ ലൈഫിൽ നമ്മളെ ഹെർട്ട് ചെയ്ത് പോയവർ കുറേ കാലത്തിന് ശേഷവും ഒക്കെ നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ അന്ന് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഓക്കെ എടി അന്ന് അങ്ങനെ അത് സംഭവിച്ചു എന്ന് പറയും. ഒരിക്കൽ പോലും അവർ സോറി പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ പല രാത്രികളിലും ചിന്തകളിൽ ഈ സാധനം വരാറുണ്ട്. അതെന്തായിരിക്കും അവർ സോറി പറയാത്തത് എന്നുള്ളൊരു കാര്യം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു കൺസെപ്റ്റാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ഇൻസെക്യൂരിറ്റീസ് ഇല്ലേ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ ട്രോമകളുമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം നിർണ്ണയിക്കുന്നതെന്ന്. അതെനിക്ക് പലപ്പോഴും എൻ്റെ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഈ സിനിമയിൽ അരവിന്ദിൻ്റെ ജീവിതം വളരെ കൺവിൻസിങ് ആണ്. പല രീതിയിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമകളിലൂടെ പോയിട്ടുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അവൻ ഫേസ് ചെയ്ത് പോയിട്ടുള്ള ഓരോ ബുള്ളിങ്ങും അവളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അത് കൃത്യമായിട്ട് സിനിമ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു 60-70ഓളം ആൾക്കാർ പുതുമുഖങ്ങൾ ഈ സിനിമേൻ്റെ അണിയറയിലും പുറത്തൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് വേറൊരു പ്രത്യേകത തോന്നിയത് ഈ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച ആരോമലിൻ്റെ അമ്മയാണിത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അമ്മയ്ക്കൊരു സല്യൂട്ട് കേട്ടോ. കാരണം നമ്മുടെ മക്കളെ ആഗ്രഹിക്കുന്നതിനൊപ്പം നിൽക്കുക എന്നുള്ളത് അതെല്ലാവർക്കും കഴിയുന്നതല്ല. അപ്പോൾ നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ മാറ്റി വയ്ക്കാൻ നിങ്ങളുടെ